ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ഇന്ത്യൻ വിപണിയിലേക്ക് JSWന്റെ രണ്ടാമൻ ചെറി ഐക്കാർ V23 എത്തുന്നു. റെട്രോ ലുക്കിലെത്തുന്ന ഈ പുത്തൻ ഇലക്ട്രിക് SUVയുടെ പ്രീമിയം ഫീച്ചറുകളും ആധുനിക സുരക്ഷാ സംവിധാനങ്ങളും പ്രധാന ആകർഷകങ്ങളാണ്. കമ്പനി ആദ്യമായി അവതരിപ്പിക്കാനിരിക്കുന്ന ജെറ്റോർ T2വിന് പിന്നാലെ എത്തുന്ന രണ്ടാമത്തെ മോഡലായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. റെട്രോ സ്റ്റൈലും ബോക്സി ഡിസൈനും ചേർന്ന വേറിട്ട രൂപകൽപ്പനയാണ് ഈ കോമ്പാക്ട് ഇലക്ട്രിക് SUVയുടെ പ്രധാന ആകർഷണം. ഉയർന്ന ഹുഡ്, വലിപ്പമേറിയ വീൽ ആർച്ചറുകൾ, മോണോബ്ലോക്ക് സ്റ്റൈൽ അലോയ് വീലുകൾ, വൃത്താകൃതിയിലുള്ള LED ഹെഡ്ലൈറ്റുകൾ എന്നിവ വാഹനത്തിന് ശക്തമായ റോഡ് പ്രസൻസ് നൽകുന്നു. പിൻഭാഗത്ത് സ്വിംഗ് ടൈപ്പ് ഡെയിൽ ഗേറ്റ്, ബമ്പറിലൊതുക്കിയ LED ടെയിൽ ലാമ്പുകൾ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റീരിയറിലും പ്രീമിയം സവിശേഷതകളോടെയാണ് വാഹനം എത്തുന്നത്. സുരക്ഷാ സംവിധാനങ്ങളിലും വാഹനത്തിനും പ്രത്യേക പ്രാധാന്യമുണ്ട്. ഈ SUVക്ക് ഒറ്റ ചാർജിൽ 430 കിലോമീറ്റർ വരെ റേഞ്ച് ലഭിക്കും. ഇന്ത്യൻ വിപണിയിൽ വാഹനം എത്തുമ്പോൾ ഏകദേശം 20 ലക്ഷം മുതൽ 30 ലക്ഷം രൂപ വരെ ആയിരിക്കും വില പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കർവ്ഡ് ഡിസ്പ്ലേകളോട് വിട പറഞ്ഞ് പുതിയ സ്റ്റൈലിഷ് ലുക്കുമായി മോട്ടോറോളയുടെ എഡ്ജ് 2026 എത്തുന്നു. ഫ്ലാറ്റ് ഡിസൈൻ, ഫ്ലാഗ്ഷിപ്പ് പ്രകടനം, പ്രീമിയം ക്യാമറ ഫീച്ചറുകൾ എന്നിവയിലൂടെ വിപണിയിൽ വലിയ ചലനം സൃഷ്ടിക്കാനാണ് കമ്പനിയുടെ നീക്കം. കമ്പനി ഇനി കർവ്ഡ് ഡിസ്പ്ലേകൾക്ക് പകരം ഫ്ലാറ്റ് എഡ്ജ് ഡിസൈനിലേക്ക് മാറുന്നതായി റിപ്പോർട്ട്. ഇന്ത്യയിൽ ഈ മോഡൽ എഡ്ജ് 16 Pro എന്ന പേരിലായിരിക്കും അവതരിപ്പിക്കപ്പെടുക എന്നാണ് റിപ്പോർട്ടുകൾ. ഉപയോഗ സൗകര്യവും മികച്ച ഗ്രിപ്പും മുൻനിർത്തിയാണ് പുതിയ ഡിസൈൻ മാറ്റങ്ങൾ. ടെക് ലോകത്ത് കർവ്ഡ് സ്ക്രീനുകളിൽ നിന്ന് ഫ്ലാറ്റ് സ്ക്രീനുകളിലേക്കുള്ള മാറ്റം ശക്തമാകുമ്പോൾ മോട്ടോറോളയും ആ ട്രെൻഡിനൊപ്പം ചേരുകയാണ്. സ്ക്രീൻ പ്രൊട്ടക്ടർ എളുപ്പത്തിൽ ഉപയോഗിക്കാനാകുന്നതും കൂടുതൽ ഈടുനിൽപ്പും ഫ്ലാറ്റ് ഡിസ്പ്ലേകളുടെ പ്രധാന നേട്ടങ്ങളായി കണക്കാക്കപ്പെടുന്നു. ഉയർന്ന റെസല്യൂഷനുകളുള്ള പ്രൈമറി ക്യാമറയും ടെലിഫോട്ടോ ലെൻസും ഉൾപ്പെടുന്ന ട്രിപ്പിൾ റിയർ ക്യാമറ സജ്ജീകരണമാണ് ഫോണിൽ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് സ്നാപ്ഡ്രാഗൺ പ്രോസസറായിരിക്കും ഫോണിന് കരുത്തേകുക. ഇന്ത്യയിൽ ഏകദേശം 45,000 രൂപയോളം വില പ്രതീക്ഷിക്കപ്പെടുന്ന ഈ മോഡൽ ആഗോള ലോഞ്ചിന് ശേഷം അടുത്ത വർഷം ആദ്യത്തോടെ ഇന്ത്യൻ വിപണിയിലും എത്താനിടയുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് പുതിയ വിപ്ലവത്തിന് തുടക്കമിട്ട് ഗൂഗിൾ. ഏറ്റവും പുതിയ AI മോഡൽ പരമ്പരയായ ജെമിനി 3.5 ഗൂഗിൾ ഔദ്യോഗികമായി അവതരിപ്പിച്ചു. ആദ്യ മോഡലായ ജെമിനി 3.5 ഫ്ലാഷ് ആഗോളതലത്തിൽ ഉപയോക്താക്കൾക്കായി ലഭ്യമാക്കിയിട്ടുണ്ട്. മുൻ മോഡലുകളേക്കാൾ കൂടുതൽ വേഗത, സങ്കീർണ ജോലികൾ സ്വയം ചെയ്യാനുള്ള കഴിവ്, മികച്ച കോഡിംഗ് പ്രകടനം എന്നിവയാണ് പുതിയ മോഡലിന്റെ പ്രധാന സവിശേഷതകൾ. മറ്റു മുൻനിര AI മോഡലുകളേക്കാൾ 4 ഇരട്ടി വേഗത്തിൽ പ്രതികരിക്കാനാകുമെന്ന് ഗൂഗിൾ അവകാശപ്പെടുന്നു. കോഡിംഗ്, ഡാറ്റാ വിശകലനം തുടങ്ങിയ മേഖലകളിൽ ജെമിനി 3.1 പ്രോയേക്കാൾ മികച്ച പ്രകടനമാണ് പുതിയ ഫ്ലാഷ് മോഡൽ കാഴ്ചവെക്കുന്നതെന്നും കമ്പനി വ്യക്തമാക്കി. ചെലവ് കുറഞ്ഞ രീതിയിലാണ് ഡെവലപ്പർമാർക്ക് ഈ മോഡൽ ഉപയോഗിക്കാനാകുക. ഗൂഗിൾ ജെമിനി ആപ്പിലൂടെയും ഗൂഗിൾ സെർച്ചിലെ AI മോഡലിലൂടെയും സാധാരണ ഉപയോക്താക്കൾക്ക് ഇത് സൗജന്യമായി ഉപയോഗിക്കാം. ഡെവലപ്പർമാർക്ക് ജെമിനി API, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ, പുതിയ ഗൂഗിൾ ക്രിയേറ്റിവിറ്റി പ്ലാറ്റ്ഫോം എന്നിവ വഴിയും സേവനം ലഭിക്കും. IO 2026 മറ്റൊരു പ്രധാന പ്രഖ്യാപനമായിരുന്നു ജെമിനി സ്പാർക്ക് എന്ന പേഴ്സണൽ AI അസിസ്റ്റന്റ്. ഉപയോക്താവിന്റെ നിർദ്ദേശപ്രകാരം ഡിജിറ്റൽ ജോലികൾ സ്വയം നിർവഹിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. Gmail, ഗൂഗിൾ ഡോക്സ് ഉൾപ്പെടെയുള്ള വർക്ക് സ്പേസ് ആപ്പുകളുമായി സംയോജിപ്പിച്ച് പ്രവർത്തിക്കുന്ന ഈ അസിസ്റ്റന്റ് ഉപകരണം ഓഫ് ചെയ്താലും ക്ലൗഡിൽ ബാക്ക്ഗ്രൗണ്ടിൽ ജോലികൾ തുടരുമെന്നാണ് ഗൂഗിൾ വ്യക്തമാക്കുന്നത്. AI ദുരുപയോഗം തടയുന്നതിനായി ഫ്രണ്ടിയർ സേഫ്റ്റി ഫ്രെയിംവർക്ക് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് ജെമിനി 3.5 വികസിപ്പിച്ചിരിക്കുന്നത്. തെറ്റായ വിവരങ്ങൾ കുറയ്ക്കാനും കൂടുതൽ കൃത്യമായ മറുപടികൾ നൽകാനുമായി പുതിയ പരിശീലന രീതികളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ വീഡിയോ എഡിറ്റിംഗിനായുള്ള ജെമിനി ഓംനി, പുതിയ സ്മാർട്ട് ഗ്ലാസുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളും ഗൂഗിൾ ചടങ്ങിൽ അവതരിപ്പിച്ചു. മനുഷ്യരെ പോലെ സ്വയം പ്രവർത്തിക്കുന്ന AI ഏജന്റുകളിലേക്കുള്ള സാങ്കേതിക മുന്നേറ്റത്തിനാണ് ഗൂഗിൾ IO 2026 വേദിയായത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.